ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നമ്മൾ കഴിഞ്ഞ വീക്കിലെ പ്രധാനപ്പെട്ട കേന്ദ്ര ഗവൺമെന്റിലും സംസ്ഥാന ഗവൺമെന്റിലും ഒക്കെയുള്ള തൊഴിലവസരങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞായിരുന്നു. നമ്മൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് ഇനി പറയാനായിട്ട് പോകുന്നത്. ഈ ഒരാഴ്ചയിലെ പ്രധാനപ്പെട്ട തൊഴിൽ വാർത്തകളെയാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. സോ ആദ്യം തന്നെ പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് CRPF നിന്നാണ്. കേന്ദ്ര അർദ്ധ സൈനിക വിഭാഗമായ CRPF ഏകദേശം 1,33,000-ലധികം ഒഴിവുകളാണ് വരാനായിട്ട് പോകുന്നത്. 1,33,000-ഓളം ആളുകളെയാണ് എടുക്കാനായിട്ട് പോകുന്നത്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അവസരം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് 10ാം ക്ലാസ് ആണ്. അതിനോടൊപ്പം തന്നെ പ്രായപരിധി എന്ന് പറയുന്നത് 18 മുതൽ 23 വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിക്ക്. SC/ST വിഭാഗത്തിന് 5 വർഷത്തെ 5 വർഷത്തെ ഒരു ഇളവും, അതോടൊപ്പം തന്നെ OBC വിഭാഗത്തിന് 3 വർഷത്തെ ഒരു ഇളവും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ഈ ഒരു മാസം അല്ലെങ്കിൽ അടുത്തൊരു മാസം തന്നെ വരുന്നത് ആയിരിക്കും. ഇനി രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ആയിട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ SBI നിന്നുള്ള ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. ഏകദേശം 1500-ലധികം ക്ലർക്കുമാരെ SBIക്ക് ആവശ്യമുണ്ട്. പക്ഷെ ഇത് SC/ST OBC വിഭാഗങ്ങൾക്കുള്ള ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആയിരിക്കും. ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ് ഇതിന് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ 20-നും 28-നും ഇടയിൽ പ്രായമുള്ള ആളുകൾക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത്. SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഇളവ് ഉണ്ട്. അതോടൊപ്പം കേരളത്തിലും ഇതിന് പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിലും പക്ഷെ കേരളത്തിൽ ഈ ഒരു വേക്കൻസി ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ട് ഇല്ല. അതോടൊപ്പം തന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഓഗസ്റ്റ് മാസം 27-ാം തീയതിയാണ്. ഇനി ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലേക്ക് വരികയാണ്. 250 ഓവർസീസ് തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. കേരളത്തിന് ഇതിൽ പരീക്ഷാ കേന്ദ്രം ഉണ്ടെങ്കിലും കേരളത്തിൽ ഇതിന് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. യോഗ്യത എന്ന് പറയുന്നത് ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും അതോടൊപ്പം തന്നെ ഏത് സംസ്ഥാനത്താണ് ജോലി കിട്ടുന്നത് ആ ഒരു സംസ്ഥാനത്തെ ഭാഷയിലുള്ള പ്രാവീണ്യവും വേണം. ഓഗസ്റ്റ് മാസം 24-ാം തീയതി വരെ നമുക്കിതിന് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതോടൊപ്പം പ്രായപരിധി എന്ന് പറയുന്നത് 20 തൊട്ട് 30 വയസ്സ് വരെയാണ്. SC/ST OBC വിഭാഗക്കാർക്ക് അതിനനുസരിച്ചുള്ള ഇളവ് ഉണ്ടായിരിക്കും. ഇനി ബാങ്ക് ഓഫ് ബറോഡയിലേക്ക് പോവുകയാണെങ്കിൽ 206 ഓഫീസർ പൊസിഷനിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. ബിരുദവും അതിനോടൊപ്പം തന്നെ ജോബ് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ഈ ഒരു ജോലിയിലേക്ക് എടുക്കുന്നത്. ഇനി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിൽ 433 അപ്രന്റീസ് ഒഴിവുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. എവിടെയാണെന്ന് നോക്കുകയാണെങ്കിൽ ചണ്ഡീഗഡ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, ജമ്മു ആൻഡ് കാശ്മീർ, ഡൽഹി, പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലേക്ക് ഒഴിവുകളുണ്ട്. കേരളത്തിൽ ഒഴിവുകളൊന്നുമില്ല. സെപ്റ്റംബർ 6 വരെ നമുക്കിതിൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കും. എഞ്ചിനീയറിംഗ് അപ്രന്റീസിനെ അതോടൊപ്പം തന്നെ ഗ്രാജുവേറ്റ് അപ്രന്റീസിനെ ഇവർ നോക്കുന്നുണ്ട്. ഇനി രാജ്യത്തിന്റെ അഭിമാനമായിട്ടുള്ള സ്ഥാപനമായിട്ടുള്ള ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അല്ലെങ്കിൽ എയിംസിലേക്ക് പോവുകയാണെങ്കിൽ 3 എയിംസുകളിൽ കാര്യമായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ഛത്തീസ്ഗഡിലെ തലസ്ഥാനമായിട്ടുള്ള റായ്പൂർ എയിംസിൽ 121 സീനിയർ റെസിഡന്റ്, പല വിഭാഗങ്ങളായിട്ടുള്ള സീനിയർ റെസിഡന്റ് എന്നുള്ള പോസ്റ്റിലേക്ക് ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പഞ്ചാബിലെ ബഠിൻഡയിലേക്ക് 77 ഫാക്കൽറ്റീസിനാണ് വിളിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നാഗ്പൂരും വിവിധ തസ്തികകളിലായിട്ട് 9 ഒഴിവുകളാണ് ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. ഇനി കേരളത്തിലേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരത്തെ പേരൂർക്കടയിലുള്ള HLL ലൈഫ് കെയറിൽ 30 അപ്രന്റീസുകളെയാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 1 വർഷത്തെ പരിശീലനത്തിന് ശേഷമാണ് അവരെ ഇതിലേക്ക് എടുക്കുന്നത്. ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഓഗസ്റ്റ് 11-നാണ്. അതോടൊപ്പം തന്നെ ബിരുദമുള്ള അല്ലെങ്കിൽ ഡിപ്ലോമയുള്ള ആളുകൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റുന്നതാണ്. ഇനി കേരള PSC യിലെ വിവിധ ലിസ്റ്റുകളിലേക്കുള്ള നിയമനം കൂടിയുണ്ട്. അഗ്രികൾച്ചർ അസിസ്റ്റന്റ് എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിലേക്ക് 87 പേർ കൂടി ഉടനെ തന്നെ നിയമനം ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, PSC നടത്തിയ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൽ നിന്ന് റാങ്ക് ലിസ്റ്റിൽ നിന്ന് 25 പേർ കൂടി ഉടൻ നിയമനം ലഭിക്കും. അതിൽ 23 പേർ പുതിയ ഒഴിവിലേക്കും 2 NJD ശുപാർശയിലേക്കുമാണ് നിയമനം ഉണ്ടാകുക. ഇനി കണ്ണൂർ ജില്ലയിലെ VFA നോക്കുകയാണെങ്കിൽ 9 പേർ കൂടി നിയമനം ലഭിക്കും. അതിൽ 7 പുതിയ ഒഴിവും 2 NJDയുമാണ് ഉള്ളത്. ഇനി ബെവ്കോ LDCയിലേക്ക് നോക്കുകയാണെങ്കിൽ 11 പേർ കൂടി ഉടൻ നിയമനം ലഭിക്കും. 10 ഒഴിവിലേക്കും അതോടൊപ്പം തന്നെ 1 NJDയിലേക്കുമാണ് ഒരു നിയമനം വരുന്നത്. ഇനി തിരുവനന്തപുരം ജില്ലയിലെ പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റിൽ നിന്ന് 9 പേർ കൂടി നിയമനം ലഭിക്കുന്നതാണ്. 8 പേർ പുതിയ ഒഴിവിലും 1 NJD ലിസ്റ്റിലേക്കുമാണ് നിയമനം ലഭിക്കുന്നത്.
അതോടൊപ്പം തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന വിവിധ കമ്പനികളിലേക്കും ബോർഡുകളിലേക്കും കോർപ്പറേഷനുകളിലുള്ള കമ്പനി ബോർഡ് അസിസ്റ്റന്റിലേക്ക് ഇനി 105 പേർക്ക് കൂടി നിയമനം ലഭിക്കാൻ പോവുകയാണെന്നുള്ള ഒരു വാർത്ത കൂടി വന്നിട്ടുണ്ട്. ഇനി കഴിഞ്ഞ ദിവസം നടന്ന 10th പ്രിലിംസ് എക്സാമിനെ പറ്റിയ ഒരു വാർത്തയാണ്. 3ാം ഘട്ടത്തിൽ പരീക്ഷ എഴുതിയത് വെറും 57.52% പേരും 4ാം ഘട്ടത്തിൽ പരീക്ഷ എഴുതിയത് 62.55% പേരുമാണ്. അപ്പോൾ ഈ ഒരു 2 ഘട്ടങ്ങളിലും അതുപോലെ തന്നെ ആദ്യത്തെ ഘട്ടത്തിലും വ്യക്തമായ കാരണങ്ങളോടുകൂടി പരീക്ഷ എഴുതാൻ സാധിക്കാത്തവർക്ക് ഓഗസ്റ്റ് 22 നടക്കാൻ പോകുന്ന 2ാം ഘട്ടം പരീക്ഷയോടൊപ്പം പരീക്ഷ എഴുതാനായിട്ടുള്ള ഒരു അവസരം കൂടി ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ വ്യക്തമായിട്ടുള്ള ഒരു കാരണമുള്ളവർക്ക് മാത്രമേ അങ്ങനെ എഴുതാനായിട്ട് പറ്റുള്ളൂ. PSCയുടെ ഒരു എഴുതുന്ന ഇത് നോക്കുകയാണെങ്കിൽ പലപ്പോഴും 50% അടുത്ത് ആളുകൾ മാത്രം അറ്റൻഡ് ചെയ്യുന്നത് ആശങ്കാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഉദ്യോഗാർത്ഥികളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്, 1 വർഷത്തോളമായിട്ടും HSA ഫിസിക്കൽ സയൻസിൻ്റെ റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത്. പല HSA ഷോർട്ട് ലിസ്റ്റുകളും വന്നെങ്കിലും ഇതുവരെ ഫിസിക്കൽ സയൻസിൻ്റെ വന്നിട്ടില്ല. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കേസൊക്കെ നടക്കുകയാണ്. ഫിസിക്സ് പഠിച്ചവർ കെമിസ്ട്രി ഒപ്പം പഠിച്ചിരിക്കണം, കെമിസ്ട്രി പഠിച്ചവർ ഫിസിക്സ് ഒപ്പം പഠിച്ചിരിക്കണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ ആ ഒരു കേസൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരാഴ്ചയിലെ പ്രധാനപ്പെട്ട തൊഴിൽ അപ്ഡേഷനുകളും വാർത്തകളും. അപ്പോൾ മറ്റൊരാഴ്ച കാണുന്നവരെ താങ്ക് യു, നന്ദി, നമസ്കാരം.